മിക്ക ആൾക്കാരിലും അതുപോലെ കുട്ടികളിലും മുതിർന്നവരിലും നമുക്ക് കണ്ടുവരുന്നതാണ് ഫാറ്റി ലിവർ അല്ലേ? അപ്പോൾ ഫാറ്റി ലിവർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനെ എങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ക്രമീകരിക്കണം, എക്സസൈസ് വേണോ എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് പട്ടം SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി മാം ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം മാം. മാം, എന്താണ് ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൻ്റെ ഒരു 5 മുതൽ 10% വരെ കൊഴുപ്പടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഫാറ്റി ലിവർ എന്ന ഒരു കാറ്റഗറിയിലേക്ക് തിരിക്കും. ലിവറിൻ്റെ വെയിറ്റ് കൂടുന്നതാണ്, അത് കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകുന്ന വെയിറ്റ് കൊണ്ടിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഈ ഫാറ്റി ലിവർ ഇപ്പം സർവ്വസാധാരണമായിട്ട് എല്ലാവരിലും കാണുന്നു, കുട്ടികളെന്നില്ല, മുതിർന്നവരിലില്ല, എല്ലാവരിലും. കാര്യം ഇപ്പം വന്നേക്കുന്ന ജീവിതശൈലിയിൽ വന്നേക്കുന്ന ചേഞ്ചസ് ആണ്. ഒരു കൂടുതൽ ഫാസ്റ്റ് ഫുഡിൻ്റെ കൺസംഷൻ, അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരത്തിൻ്റെ ഉപയോഗം, മധുരത്തിൻ്റെ കൂടുതൽ ഉപയോഗം, എക്സസൈസ് ഇല്ലായ്ക, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഫാറ്റി ലിവർ. ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള, ഏതൊക്കെ ടൈപ്സ് ഉണ്ട് ഫാറ്റി ലിവർ എന്ന് നമ്മൾ പറയുമ്പോൾ? ഫാറ്റി ലിവർ പ്രധാനമായിട്ട് 2 രീതിയിലാണുള്ളത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ, ആൽക്കഹോൾ കാരണം വന്നിരിക്കുന്ന ഫാറ്റി ലിവറാണ് ഒന്നാമത്തെ കാറ്റഗറി. 2 നോൺ ആൽക്കഹോളിക്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണം അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ, കൂടുതലളവിൽ കൊളസ്ട്രോൾ ഹൈ ആകുന്നത്, ഒരു ഡയബറ്റസ്, ഹൈ ആയിട്ടുള്ള ഡയബറ്റസ് ഉള്ളവരിൽ, അമിത വണ്ണമുള്ളവരിൽ, ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ആൾക്കാരിൽ ഈ ഇതുപോലെ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ട് അല്ലേ? അപ്പോൾ ഏജ് ഗ്രൂപ്പ് അങ്ങനെ സ്പെസിഫൈ ഉണ്ടോ? കുട്ടികളിലാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാ? ഇല്ല, ഈ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് കുട്ടികൾ പണ്ട് കാലമാണെങ്കിൽ കുട്ടികൾ കൂടുതൽ എക്സസൈസ് ഉണ്ട്, വെളിയിൽ പോയി കളിക്കുന്നു. ഇപ്പം കുട്ടികൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, എന്നൊരു ആക്ടിവിറ്റീസ് അവർക്ക് കുറഞ്ഞു വരുന്നു. ഈ കുറഞ്ഞു വരുന്നത് കൊണ്ടിട്ട് ഇവർ കഴിക്കുന്ന ഫുഡ് കൂടുതൽ ഫാസ്റ്റ് ഫുഡുമാണ്. ഒരു ഫാറ്റിൻ്റെ അളവ് കൂടുതൽ, അതുപോലെ ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ്, ഷുഗറിൻ്റെ അളവ് കൂടുതൽ. ഇവർക്ക് വേണ്ടുന്ന കലോറിയേക്കാളും ഉയർന്ന തോതിൽ കൊഴുപ്പും ഫാറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്നു. കാർബോ അളവ് കൂടുതലാണ്, അതെല്ലാം ലിവർ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് കുട്ടികളിൽ ഇപ്പോൾ പൊതുവിൽ എല്ലാ കുട്ടികളിലും ഇപ്പോൾ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. ഗ്രേഡ് 3 വരെ കണ്ടുവരുന്നു എന്നുള്ളതാണ്, ചെറിയ കുട്ടികളിൽ വരെ. ഒരു 8 വയസ്സുള്ള കുട്ടിയിൽ വരെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു കുട്ടി 8 വയസ്സേ ഉള്ളൂ, ഗ്രേഡ് 3 ഫാറ്റി ലിവർ ആയിട്ടാണ് വന്നത്. നമ്മളെ അതിശയിപ്പിച്ച് കഴിഞ്ഞു ഇതെങ്ങനെ വരാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട? ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫുഡ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ? ഏറ്റവും പ്രധാനം ബോഡി വെയിറ്റ് കറക്റ്റ് ചെയ്യുക. വെയിറ്റ് ആണ് പ്രധാന ഒരു ഫാക്ടറായിട്ട് വരുന്നത്. ബോഡി വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ കലോറി റെസ്ട്രിക്റ്റ് ചെയ്യണം, ടോട്ടൽ കലോറി, എനർജിയുടെ തോത് കുറയ്ക്കണം. അതിനുവേണ്ടി കാർബോഹൈഡ്രേറ്റ് റിഡക്ഷൻ ചെയ്യണം. നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രധാന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആഹാരമാണ് ചോറ്, അരി, അതുപോലെയുള്ള അരി വിഭവങ്ങൾ. അത് നമ്മുടെ ഒരു പാർട്ടാണ് ആഹാരം, നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റാണ്. ഇതിലെ അളവ് കുറയ്ക്കുക. ആ സ്ഥലത്ത് തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ ആഡ് ചെയ്യുക, അതുപോലെ ഫൈബർ, നാരുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് കൊണ്ടുവരേണ്ടത്. അത് തന്നെ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് റിഡക്ഷൻ വേണമെന്ന്. അതിൽ തന്നെ മൈദയുടെ ഉപയോഗം ഇപ്പം നമ്മുടെ ഇടയിൽ കൂടുതലാണ്. ബേക്കറിയുടെ ഐറ്റംസിലെ പ്രധാന ഐറ്റം മൈദ തന്നെയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കൂടാതെ പൊറോട്ട കഴിക്കാത്ത കുട്ടികളില്ല, മുതിർന്നവരില്ല. പൊറോട്ടയിലെ മെയിൻ കണ്ടൻറ്റും മൈദയാണ്. അപ്പം റിഫൈൻഡ് ഫുഡ്സ്, ഹൈ റിഫൈൻഡ് ഷുഗേഴ്സിൻ്റെ യൂസ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ യൂസ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗങ്ങൾ, ഇതെല്ലാം ഇതിന് ഫാറ്റി ലിവറിലേക്ക് എത്തിക്കും. ഓക്കെ, നമ്മൾ ഈ കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ് മാഡം? മീൻസ് ഇപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത മാം പറഞ്ഞു, നമുക്ക് ഇൻടേക്ക് ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ ഭക്ഷണം ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ കഴിക്കണം എന്ന് നമ്മൾ പറയുന്ന ഫുഡ്സ് ഏതൊക്കെയാണ്? അതിൽ മെയിൻ പറഞ്ഞു പ്രോട്ടീനാണ് ഡയറ്റ്. പ്രോട്ടീനിൽ തന്നെ ഫാറ്റ് കുറച്ചിട്ടുള്ള പ്രോട്ടീന്, എഗ് വൈറ്റ്, മുട്ടവെള്ള ഇതിന് ഏറ്റവും നല്ലൊരു സോഴ്സാണ് ഈ ഫാറ്റി ലിവർ പോകാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിഷസ്, ലീൻ ഫിഷസ്, അതുപോലെ മീറ്റ് ഐറ്റംസ് ആണെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം, പക്ഷെ സ്കിൻ റിമൂവ്ഡ് ചിക്കൻ ആയിരിക്കണം. എന്നാൽ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യണം, ബീഫ്, മട്ടൺ പോലെയുള്ള റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യണം. ഇനി പൾസസ് ഐറ്റംസ്, കടല, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ അത് ഉപയോഗിക്കണം. അതിൽ തന്നെ സ്പ്രൗട്ടിങ് ചെയ്താൽ ലിവർ ഒന്നുകൂടെ ക്ലിയർ ആകും, മുളപ്പിച്ചുപയോഗിക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ നട്ട് വെറൈറ്റീസ് യൂസ് ചെയ്യുമ്പോൾ അളവ് നിയന്ത്രിച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ പ്രോട്ടീൻസിൻ്റെ കണ്ടൻസുകളാണ്. അതുപോലെ തന്നെയാണ് ഫൈബർ ആഡ് ഡയറ്റും, ഫൈബർ റിച്ച് ഡയറ്റും, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ്, ഹൈ ഷുഗറുള്ള ഫ്രൂട്ട്സ്, ഏത്തപ്പഴം,
ഗ്രേപ്സ്, മാംഗോസ്, കസ്റ്റാർഡ് ആപ്പിള്, സപ്പോട്ട പോലെയുള്ള ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് കുറച്ച് വെച്ചിട്ട് ആ സ്ഥലത്ത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ആപ്പിള്, പേരയ്ക്ക, പപ്പായ, ലെമൺ വെറൈറ്റീസ് ഒക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡയറ്റ് ഇപ്പോൾ മാം പറഞ്ഞ ഡയറ്റ് പ്ലാൻ ഡിഫറെൻ്റ് ആയിരിക്കുമോ? ഡയബറ്റിസ് ഉള്ള ആളെ സംബന്ധിച്ച് ക്രമപ്പെടുത്തേണ്ടത് അവരുടെ മരുന്ന് കഴിക്കുന്ന മെഡിസിൻസ് ഏതാണ്, അവരുടെ ഗ്ലൈസിമിക് കൺട്രോൾ വരാനുള്ള ഏതൊക്കെ ഇൻസുലിൻ്റെ യൂസ് ഉണ്ടോ, കാര്യം അവരുടെ ഹൈറ്റ് വെയ്റ്റ് റേഷ്യോ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതെല്ലാം വെച്ച് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെ ഡയറ്റും എക്സസൈസും മോഡിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ എക്സസൈസ് ഇപ്പോൾ പറഞ്ഞല്ലോ, അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരെ എക്സസൈസ് ചെയ്യുന്നത്? ഇത്ര ടൈമിങ്സ് ഉണ്ടോ, അതല്ലെങ്കിൽ ഒരു ഡേ ഇത്ര നേരം ചെയ്യണം അങ്ങനെ? ഈ എക്സസൈസ് ഈ ഫാറ്റി ലിവറിന് മസ്റ്റാണ്. നമ്മളുടെ ബോഡിയിൽ എക്സ്ട്രാ ഫാറ്റിനെ, ലിവറിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റിനെ മാറ്റണമെങ്കിൽ എക്സസൈസ് കൂടിയേ പറ്റൂ. അതുകൊണ്ട് മിനിമം ഒരു 30 to 45 മിനിറ്റ്സ് എക്സസൈസ് വേണം. ജിമ്മിലൊക്കെ പോയി ആക്ടിവിറ്റീസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് വോക്കിംഗ് മതിയാകും. പക്ഷെ ഗ്രേഡ് 2 കഴിഞ്ഞിട്ടുള്ള ഫാറ്റി ലിവറിന് നല്ല എക്സസൈസ് വേണം. കാർഡിയോ എക്സസൈസോ അല്ലെ ഡാൻസിങ്, സ്വിമ്മിങ് പോലെയുള്ള എക്സസൈസൊക്കെ നല്ലതാണ്. ഓക്കെ മാം, അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി. ഈ ഇങ്ങനെ നമ്മൾ ഫുഡ് മാനേജ്മെൻറ്റ് ചെയ്തു, വെയിറ്റ് റിഡക്ഷൻ, അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡ്യൂറേഷൻ പറയാൻ പറ്റുമോ? ഇപ്പോൾ അതൊരു ചേഞ്ച് വരും എന്നുള്ള കാര്യത്തിൽ? ഉറപ്പായിട്ടും. കാര്യം നമ്മൾ ചെയ്യുന്ന ഡയറ്റിൻ്റെ പാറ്റേണും എക്സസൈസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3 മന്ത്സ് കഴിയുമ്പം നമുക്ക് 3 മന്ത്സിന് മുന്നേ ഒന്ന് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അതിൽ SGOT, SGPT, അതുപോലെ ലിവർ എൻസൈംസ് ഒക്കെ നോക്കി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗ്രേഡാണ് ഫാറ്റി ലിവറിന് അറിയാൻ പറ്റും. ഒരു 3 മന്ത്സ് ടൈം കൊണ്ട് ഉറപ്പായിട്ട് ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യാം. പക്ഷേ പിന്നീട് കൺട്രോൾ ആയി കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം. ഡയറ്റ് ആൻഡ് എക്സസൈസ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് അത് കറക്റ്റാക്കി കൊണ്ടുപോകണം എന്നൂടെ ശ്രദ്ധിക്കണം. ഈ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 നമ്മൾ പറഞ്ഞല്ലോ, ഫാറ്റി ലിവർ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 ഗ്രേഡിലും ഈ സെയിം അളവിലായിരിക്കണം ഈ ഫുഡ്. നമ്മൾക്ക് ഇപ്പോൾ ഇത്ര ഗ്രാംസ് കഴിക്കണം എന്ന് പറഞ്ഞില്ലേ, പ്രോട്ടീൻ ഇത്ര ഗ്രാം വേണം അങ്ങനെ. അപ്പോൾ അതിൽ ഗ്രാംസിൻ്റെ ഡിഫറൻസ് ഉണ്ടോ? ഇപ്പോൾ ഗ്രേഡ് 3 ഒക്കെ ആകുമ്പോൾ നമ്മളത് കൂട്ടണം കുറയ്ക്കണം അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടോ? ഇല്ല, അതിനെ റിലേറ്റ് ചെയ്യുന്നത് അവരുടെ ബോഡി വെയ്റ്റ്, ഹൈറ്റ് വെയ്റ്റ് റേഷ്യോ, അവർ ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ സഫർ ചെയ്യുന്നുണ്ടോ എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ. അല്ലാതെ 1, 2, 3 കാറ്റഗറൈസ് ചെയ്ത് ഡയറ്റ് മോഡിഫിക്കേഷൻ വരുന്നില്ല. പക്ഷേ ഈ അതർ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഫാറ്റി ലിവറുള്ള ആൾക്കാർ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് കൃത്യമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ അത് ഏതൊക്കെ? അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആവും. അത് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ്, വെജിറ്റബിൾസ് ആണ്, അത് വെള്ളം എങ്ങനെ കുടിക്കണം എന്നുള്ളതൊന്ന് പറയാമോ? ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഗ്രൂപ്പ് എടുക്കുമ്പം റൂട്ട് വെജിറ്റബിൾ, സ്റ്റാർച്ചി റൂട്ട് വെജിറ്റബിൾസിൽ കാർബ് കൂടുതലാണ്. ഒരു മരച്ചീനി, ചേമ്പ്, കാച്ചിൽ പോലെയുള്ള സ്റ്റാർച്ചി റൂട്ട്, അതിൻ്റെ അളവ് കുറച്ച് വെച്ചിട്ട് ആ സ്ഥലത്ത് ലീഫി വെജിറ്റബിൾസ്, അതർ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണം. ഡെയിലിയുള്ള വെജിറ്റബിൾ റിക്വയർമെൻറ്റ് 300 ഗ്രാംസേലും വേണം. ഒരു 3 നേരമായിട്ടുള്ള ഡിവിഷനാണ് പറഞ്ഞത് 300 ഗ്രാംസ്. ഇതിൽ തന്നെ സാലഡ്സിൻ്റെ റിക്വയർമെൻറ്റ്സും ആവശ്യമാണ്. സാലഡ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡയറ്റ് തന്നെ വേണം ഫാറ്റി ലിവറിന്. ഇനി ഇതിൽ തന്നെ ഒമേഗ 3 റിച്ച് ഫുഡ്സ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അതിൽ വാൾനട്ട്സ്, ആൽമണ്ട്സ്, ഒമേഗ 3 ഉള്ള ഫിഷസ്, മത്തി, അയല, ചൂര വെറൈറ്റി ഫിഷസ്, സാൽമൺ പോലെയുള്ള അതാകാം. ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒമേഗ 3 കണ്ടൻറ്റുള്ള ആഡഡ് ഫുഡ്സ് നല്ലതാണ്. അതുപോലെ വെളുത്തുള്ളിയിലുള്ള അലിസിൻ എന്ന് പറഞ്ഞ കണ്ടൻറ്റ് ഫാറ്റി ലിവറിനെ റിഡക്ഷൻ ചെയ്യുന്ന സ്റ്റഡീസ് ഉണ്ട്. അവക്കാഡോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് ഏറ്റവും പ്രധാനമാണ് ഒമേഗ 3 കണ്ടൻറ്റ്. അതുപോലെ തന്നെ ഇതിലുള്ള ഫൈറ്റോ കെമിക്കൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഈ ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യും. മാം, അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഫ്ലേക്സ് സീഡ്സും അതുപോലത്തെ സീഡ്സുകളൊക്കെ കഴിക്കാൻ, പംകിൻ സീഡ് അതൊക്കെ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് മിക്ക കുട്ടികളും കാണിക്കും. അപ്പോൾ അവർക്കൊരു സ്പെഷ്യലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ്? അവരുടെ ഫുഡ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം? ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അത് അറിയിക്കാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇത് പൗഡേർഡ് ഫോമിൽ കൊടുക്കാം. പൗഡേർഡ് ഫോമിൽ ആഡ് ചെയ്തിട്ട് ഫുഡ് ഐറ്റത്തിൽ മിക്സ് ചെയ്യാം. ചപ്പാത്തി മേക്കിങ്ങിലൊക്കെ ചപ്പാത്തി ഡോ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ ഇതുകൂടി ഇട്ടിട്ട് നമുക്ക് ഡോ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും സ്മൂത്തീസ് ആയിട്ട് അവർക്ക് കൊടുക്കാം. പൗഡർ ചെയ്തിട്ട് സ്മൂത്തീസ് ആക്കാം. ഇതിൽ എങ്ങനെയെങ്കിലും റിക്വയർമെൻറ്റ്സ് വന്നാൽ മതി, അതിൽ ആഡ് ചെയ്ത് പോയാൽ മതി. അവരറിയാതെ തന്നെ കൊടുക്കാം. കൂടുതൽ കുട്ടികൾ ഇപ്പോൾ കഴിക്കുന്നുണ്ട്.
ഹെൽത്തി ഫുഡ് പ്ലാനിലേക്കൊക്കെ ഇപ്പോൾ കുട്ടികൾ കയറുന്നുണ്ട്. കാര്യം ഒത്തിരി ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നു തുടങ്ങിയതുകൊണ്ട് പേരൻസ് അവെയറാണിപ്പം. അപ്പോൾ കുറേ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങി. മാം, നമ്മളിപ്പോൾ ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത്? ഫാറ്റി ലിവർ ശരിക്കും ട്രീറ്റ് ചെയ്യാതെ പോയി ഗ്രേഡ് 3 ഫാറ്റി ലിവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറോസിസ് കണ്ടീഷൻ എത്താം, ലിവർ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു, അതുപോലെ ഡെത്തിലേക്ക് വരെ എത്താം, മരണം സംഭവിക്കാം. അതുകൊണ്ട് ഈ ഗ്രേഡ് 1 ഗ്രേഡ് 2 ലെവലിൽ തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിപ്പോൾ ഫാറ്റി ലിവറിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ടാണ് പ്രീതി മാം പറഞ്ഞത്. അത് കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് ഫുഡ് നമുക്ക് കൊടുക്കാം, അവരുടെ ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള ഡയറ്റ് പ്ലാനും എല്ലാം പ്രീതി മാം നമുക്ക് പറഞ്ഞു തന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു മാം.